100 വർഷം മുമ്പ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ രക്ഷണത്തിനും വൈഭവത്തിനും വേണ്ടി നട്ടു വളർത്തപ്പെട്ട ഒരു വടവൃക്ഷത്തിൻ്റെ ആദ്യത്തെ കരുത്തുറ്റ ശാഖകളിൽ ഒന്നാണ് ഭാരതീയ മസ്ദൂർ സംഘം. ആ ശാഖയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മുളപൊട്ടിയ ഒരു നവശാഖയാണ് KSEB ഓഫീസേഴ്സ് സംഘ് എന്ന് പറയുന്ന ഈ സംഘടന. ദേശീയതയിൽ അടിയുറച്ചുകൊണ്ട് രാഷ്ട്ര വൈഭവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, നമ്മുടെ രാഷ്ട്രത്തിന്റെ വൈവിധ്യമാർന്ന മേഖലകളിൽ സമഗ്ര പരിവർത്തനത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അനേകം പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഊർജരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രസ്ഥാനം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ അടൽജി നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ തമിഴ്നാടും കർണാടകയുമൊക്കെ കാവേരി നദീജലത്തിന്റെ തർക്കത്തിൽ വലിയൊരു പ്രശ്നമുണ്ടായി. വലിയ ആക്രമണങ്ങളൊക്കെ ഇറങ്ങിയത്, തീവെപ്പുണ്ടായി. ആ സമയത്ത് അടൽജി പറഞ്ഞ ഒരു ശ്രദ്ധേയമായ ഒരു വാചകം, അദ്ദേഹം പറഞ്ഞത്, സാധാരണ തീ ആളിക്കത്തുമ്പോൾ വെള്ളം ഉപയോഗിച്ചാണ് കെടുത്താൻ, പക്ഷെ ഇപ്പൊ വെള്ളത്തിന്റെ പേരിലാണ് തീ കത്തുന്നത്. സത്യത്തിൽ തീ കെടുത്തുന്നതാണ് വെള്ളം. ആ വെള്ളത്തിൽ നിന്നും ഏറ്റവും വലിയ തീയായ വൈദ്യുതി ഉണ്ടാക്കുന്ന ശ്രമകരമായ കണ്ടുപിടുത്തമാണ് ചിതറിയൊലിച്ച് പരന്നു പോകുന്ന വെള്ളത്തെ കെട്ടിബന്ധിച്ച് കൃത്യമായ സൂക്ഷ്മമായ ക്രമീകരണങ്ങളിലൂടെ ടർബൈൻ കറക്കി വൈദ്യുതിയാക്കി മാറ്റുന്ന പ്രക്രിയ നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ, പുരോഗതിയെ, ജനജീവിതത്തെ എല്ലാം മാറ്റിമറിച്ച ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം. ഇന്നിപ്പോൾ വൈദ്യുതി നിർമ്മാണ രംഗത്ത് വൈവിധ്യവൽക്കരണമുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ താരതമ്യേന ഏറ്റവും പഴയ ഊർജ സ്രോതസ് ജലവൈദ്യുതി തന്നെയാണ്. ആ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ സംഘടന ഏറ്റവും പുതിയ സംഘടനയാണ്. ആ രംഗത്തെ പ്രവർത്തിക്കുന്ന ഏറ്റവും പുതിയ സംഘടനയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാലാരിഷ്ടതകളും അതിൻ്റെ ആരംഭകാലത്തെ സ്വാഭാവികമായ വൈഷമ്യങ്ങളും എല്ലാം നിശ്ചയമായി അനുഭവിക്കുന്നുണ്ടാവും. പക്ഷെ നേരത്തെ ഇവിടെ രാജീവ്ജി പറഞ്ഞതുപോലെ നമ്മുടെ കഠിനമായ പരിശ്രമം കൊണ്ട്, പൂർണ്ണമായ ത്യാഗപൂർണമായ പ്രവർത്തനം കൊണ്ട് മെല്ലെ മെല്ലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു അവസ്ഥയിൽ നമുക്കെത്താൻ സാധിക്കും. ആ നിലയിലുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഈ വൈദ്യുതി എന്ന് പറയുന്നത് തന്നെ, കേരളത്തിലെ വൈദ്യുതി രംഗം ഇപ്പോൾ കൈവരിച്ചിരിക്കുന്ന ഒരു വലിയ, ഇപ്പം നമ്മളെല്ലാം ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചിമ്മിനി വിളക്കിലാണ് പഠിച്ചത്. എനിക്ക് തോന്നുന്നു ഇവിടെ പലരും അങ്ങനെ പഠിച്ചവരുണ്ടാവും. അത് കഴിഞ്ഞാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വൈദ്യുതി എത്തിയത്. ആ കാലഘട്ടത്തിലൊക്കെ
കേരളത്തിൽ എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തി എന്നൊക്കെ പ്രഖ്യാപിക്കുമായിരുന്നു. ആദ്യം എല്ലാ പഞ്ചായത്തിലും വൈദ്യുതി എത്തി എന്നൊരു പ്രഖ്യാപനം ഉണ്ടായ സംഭവം ഓർമ്മ വരികയാണ്. അപ്പൊ അപ്പുറത്തെ പഞ്ചായത്തിൽ നിന്ന് ലാസ്റ്റ് പോസ്റ്റിൽ നിന്ന് ഒരു ലൈനിട്ട് ഇപ്പുറത്തെ പഞ്ചായത്തിൽ ഒരു പോസ്റ്റ് സ്ഥാപിച്ച് ബൾബിട്ടാൽ ഈ പഞ്ചായത്തിലും വൈദ്യുതി എത്തി. അങ്ങനെയായിരുന്നു എല്ലാ പഞ്ചായത്തിലും വൈദ്യുതി ആദ്യം എത്തിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു പ്രഖ്യാപനം, അങ്ങനെയായിരുന്നു അന്നത്തെ പ്രഖ്യാപനങ്ങളൊക്കെ. പിന്നീട് സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്ന നിലയിലേക്ക് എത്തി. ഇതിന്റെ തുടക്കം നോക്കിയാൽ നമ്മൾ ഈ തുടക്കം പോലെ തന്നെ 1900-ലാണ് കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു പരിശ്രമം ആരംഭിക്കുന്നത്. അന്ന് കണ്ണൻ ദേവൻ ഹിൽ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം, അവരാണ് ആദ്യമായി ഒരു വൈദ്യുതിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം ആരംഭിച്ചത് എന്നൊരു ചരിത്രം വായിച്ചത് ഓർമ്മിക്കുക. അങ്ങനെ അവര് ആരംഭിച്ച പ്രവർത്തനം, 2000-ൽ ആരംഭിച്ച പ്രവർത്തനം ഒരു 2010-ഓടുകൂടിയാണ് അത് പൂർത്തിയാവുന്നത്. 1910-ഓടുകൂടിയാണ് അത് പൂർത്തിയായിട്ട് കാണുന്നത്. മൂന്നാറുള്ളത് ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി 200 കിലോവാട്ട്. അന്ന് കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് അത് എത്ര ചെറിയ ഒരു പദ്ധതിയായിരിക്കും, എത്ര കുറച്ച് ആളുകൾക്ക് പ്രയോജനം കിട്ടിയതായിരിക്കും നമ്മൾ ഊഹിച്ചാൽ മതി. മുഴുവൻ കേരളം അന്നിങ്ങനെ വൈദ്യുതിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. പിന്നീട് 1912-13-ലാണ് തിരുവിതാംകൂർ സർക്കാർ അന്നത്തെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ശ്രീ SM ജേക്കബ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ അന്നത്തെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളിലാകെ വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമഗ്ര നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി ഒരു സമർപ്പിത സംഘത്തെ, ഒരു കമ്മീഷനെ നിയോഗിക്കുക. അവരുടെ വിശദമായ പഠനം അതിനുശേഷം നടന്നു. 1927-ലാണ് തിരുവനന്തപുരത്ത്, നമ്മുടെ ഇന്നത്തെ തലസ്ഥാന നഗരത്തെ വീടുകളിൽ ആദ്യമായി വൈദ്യുതി എത്തിയത്. പിന്നീട് 1928-ഓടുകൂടി ഈ കണ്ണൻദേവൻ കമ്പനിയുടെ വൈദ്യുതി സംവിധാനത്തെ അന്നത്തെ സർക്കാർ ഏറ്റെടുക്കുകയാണ്. 1929-ല് തിരുവനന്തപുരത്ത് ഒരു ഡീസൽ പവർ സ്റ്റേഷൻ ആദ്യമായിട്ട് സ്ഥാപിക്കുകയാണ്. 65 കിലോവാട്ട് ശേഷിയുള്ള ഒരു 3 ഓയിൽ എഞ്ചിനുള്ള ഒരു സംവിധാനം, അന്നത്തെ ഒരു സംവിധാനം, അത് വെച്ചാണ് തിരുവനന്തപുരത്തുനിന്ന് വൈദ്യുതി എത്തിക്കുന്നത്. ഏതായാലും വൈദ്യുതി വകുപ്പ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിസിറ്റി, അതിനുവേണ്ടി പ്രത്യേകമായൊരു വകുപ്പ് ആദ്യമായിട്ട് സ്ഥാപിക്കുന്ന 1933-ൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ, അദ്ദേഹത്തിന്റെ കാലത്താണ് കേരളത്തിലെ വൈദ്യുതി വകുപ്പ് സ്ഥാപിതമാകുന്നത്. 34-ൽ കോട്ടയം, നാഗർകോവിൽ എന്നീ ആ സ്ഥലങ്ങളിലൊക്കെ, അന്ന് കേരളത്തിന്റെ ഭാഗമായിരുന്നു നാഗർകോവിലിന്റെ, കന്യാകുമാരി ആ ഭാഗമൊക്കെ, താപവൈദ്യുത നിലയങ്ങൾ സ്ഥാപിച്ചു. ഇടുക്കി പള്ളിവാസൽ പദ്ധതി, അതാണൊരു സംഘടിതമായ പരിശ്രമം. 1933-ലാണ് തിരുവിതാംകൂർ ദിവാൻ, അത് CP രാമസ്വാമി അയ്യർ അത് ഉദ്ഘാടനം ചെയ്യുന്നത് 1940 മാർച്ച് 19-നാണ്. നമ്മുടെ കേരളത്തിലെ ഊർജ സംവിധാനത്തിന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പൊ അങ്ങനെ മെല്ലെ മെല്ലെ മുന്നോട്ട് പോയി. നേരത്തെ ഇവിടെ സംസാരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അധ്യക്ഷനും മറ്റും പറയുണ്ടായി, നമുക്ക് ആവശ്യമായ 30% വൈദ്യുതിയാണ് ഇപ്പോൾ കേരളത്തിൽ ആഭ്യന്തര ഉൽപാദനം എന്ന് പറയണ്ടായി. പക്ഷെ ശരിക്കും 1967-ൽ ശബരിഗിരി പദ്ധതി നടപ്പിലാക്കിയതിന് ശേഷം അന്നത്തെ കണക്കനുസരിച്ച് കേരളം ഒരു വൈദ്യുതി മിച്ച സംസ്ഥാനമായിരുന്നു എന്നുള്ളതാണ്. അപ്പോ 67-ൽ നമ്മുടേത് ഒരു വൈദ്യുതി മിച്ച സംസ്ഥാനമായിരുന്നുവെങ്കിൽ ശരിയാണ്, ഉൽപാദനം, ഉപഭോഗം
എത്രയോ കൂടിയിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ എങ്കിലും ആദ്യ കാലഘട്ടത്തിൽ വെച്ചടി വെച്ച് മുന്നോട്ട് പോയ വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടിയിട്ടുള്ള ബഹുമുഖ പരിശ്രമങ്ങൾ വഴിയടഞ്ഞു പോയി എന്നുള്ളതും പിന്നീട് വന്ന സർക്കാരുകൾക്ക് വേണ്ടത്ര ഇച്ഛാശക്തികൾ ഇല്ലാത്തത്, പിന്നെ സ്വാഭാവികമായി രോഗാതുരമായ നമ്മുടെ സംവിധാനങ്ങൾ, അങ്ങനെയാണല്ലോ ലാവ്ലിൻ കേസൊക്കെ വരുന്നത്, അഴിമതിയും ഒക്കെ വന്ന് പിന്നീടത്തെ നമ്മുടെ നാട്ടിലെ പരിസ്ഥിതി മൗലികവാദികളായിട്ടുള്ള ആളുകളുണ്ട്. പരിസ്ഥിതി സംരക്ഷണം വേണ്ടതാണ്, അത് അത്യാവശ്യമാണ്. പക്ഷേ ഏത് പദ്ധതി ആരംഭിക്കുന്ന സമയത്തും അതിനെതിരായിട്ട് നമ്മുടെ നാട്ടിലുള്ള പല സംഘടനകളും, ഇവിടെ ഏറ്റവും മുന്നിൽ എല്ലാ നല്ല പദ്ധതികളെയും മുടക്കാൻ അന്ന് മുന്നിൽ നിന്നിരുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്തായിരുന്നു. അവരോടൊപ്പം തന്നെ ഒരു ശാസ്ത്ര കലാജാതിയും ഒക്കെ ആയിട്ട് മുന്നോട്ട് വരും. പിന്നെ അത് അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് ഏത് പദ്ധതി വന്നാലും അത് എപ്പോഴും ഈ നാട് അവികസിതമായി തന്നെ നിൽക്കണം എന്നാണ് ഉദ്ദേശം. അതിനനുസൃതമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ രാജ്യത്ത് മുഴുവനും അത്തരം ആളുകളുണ്ട്, അത്തരം സംവിധാനങ്ങളുണ്ട്. അവരുടെയൊക്കെ പുറകിലുള്ള അജണ്ട എന്താണ്, അവരുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ആ സമയത്ത് അത്രയും പഠന വിധേയമായിരുന്നില്ല. ഇപ്പോൾ അത് വ്യക്തമാണ്. പല NGOകളും നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന, വിദേശ ഫണ്ട് പറ്റിയിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളും വളരെ വ്യാപകമായി ഈ നിലയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. കൂടംകുളം ആണവ നിലയത്തിനെതിരായിട്ടുള്ള സമരം നമ്മുടെ മുമ്പിലുണ്ട്. വർഷങ്ങളോളം ആ സമരം നീണ്ടു. ആയിരക്കണക്കിന് ആളുകളാണ് സമരം നടത്തുന്നത്. അവരെങ്ങനെ വണ്ടിയിൽ വരികയാണ്, ഇറങ്ങുകയാണ്, സമരം നടത്തുക. പക്ഷെ പിന്നീട് ചില ദേശീയ ചാനലുകളൊക്കെ അവരോട് സ്വകാര്യമായ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എത്ര കിട്ടും ദിവസം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് 2000 വെച്ച് കിട്ടും എന്നാണ് പറഞ്ഞത്. അവിടെ പോയി ഇരുന്നാൽ മതി, ദിവസം 2000 രൂപ കിട്ടും. തമിഴ്നാട്ടിൽ ആ കാലഘട്ടത്തിൽ ഏത് പണിയെടുത്താലും ആ കൂലി കിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇത്രയും ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത്രയും ദിവസം ഇത്രയും കൊടുക്കണമെങ്കിൽ എത്ര കോടി അവർക്ക് വിദേശത്ത് നിന്ന് കിട്ടി എന്നുള്ളത് ചിന്തിച്ചാൽ മാത്രമേ നമ്മുടെ വികസനത്തെ, നമ്മുടെ രാഷ്ട്രത്തിന്റെ മുന്നേറ്റത്തെ തടയാൻ വേണ്ടിയിട്ട് വൈദേശിക ശക്തികൾ എത്ര കോടി രൂപയാണ് നമ്മുടെ നാട്ടിലേക്ക് ഒഴുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ. ഊർജ്ജരംഗത്തെ മുരടിപ്പാണ്, ഊർജ്ജരംഗത്തെ തളർച്ചയാണ് ഒരു രാജ്യത്തെ തളർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമെന്ന് അവർക്കൊക്കെ അറിയാം. അങ്ങനെ പദ്ധതികൾ വരുന്നതിനെല്ലാം അതിശക്തമായി ഇതുപോലെ എതിർക്കുന്ന പ്രവർത്തനം, അത് തടയാൻ വേണ്ടിയിട്ടുള്ള ആ സമരത്തിന് ഊർജം നൽകാൻ വേണ്ടി നമ്മുടെ കേരളത്തിൽ നിന്ന് സമരനായകൻ ഈയിടെ വിട പറഞ്ഞ മനുഷ്യനും കാറിൽ അതിർത്തി വരെ പോയിരുന്നു, കൂടംകുളം ആണവ നിലയം ഇല്ലാതാക്കാൻ വേണ്ടി. അപ്പൊ അവിടുന്ന് വൈദ്യുതി ഉണ്ടായപ്പോൾ എന്താണ് അതിന്റെ പ്രയോജനം ആർക്കൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അത് മുടക്കാൻ വേണ്ടി പോയത് നമ്മുടെ സമര സഖാവ് തന്നെയാണ്, VS അച്യുതാനന്ദനാണ്. അത് കൂട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പുറപ്പെട്ടു പോയി വലിയ നമ്മുടെ ചാനലുകളൊക്കെ വലിയ ഹൈപ്പ് കൊടുത്ത സംഭവമായിരുന്നു. ആ സംഭവം എന്നല്ല അന്നും ഓർമ്മിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ സംഘടന, ബാക്കി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. ഭരണവിലാസം വൈതാളിക സംഘങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്തുതിപാഠക സംഘങ്ങളുണ്ട്. അവരാരാണ് ഭരണത്തിൽ വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് അവരുടെ നിലപാടുണ്ടാവും. ഞാൻ ഓർക്കുകയാണ്, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇലക്ട്രിസിറ്റി രംഗത്ത് ഒരു സമരം ഉണ്ടായി, വൈദ്യുതി വകുപ്പിൽ ജീവനക്കാരുടെ ഒരു സമരം. കേരളം കണ്ട ഏറ്റവും നശീകരണ സമരം അത്. അന്ന് CITന്റെ നേതൃത്വം നടന്ന ആ സമരത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ എനിക്ക് തോന്നുന്നു അത് അക്രമാസക്തമായ ട്രാൻസ്ഫോർമറുകൾ തകർത്തുകൊണ്ട്, അതുപോലെ തന്നെ സബ്സ്റ്റേഷനുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാക്കിക്കൊണ്ട് വളരെ വ്യാപകമായൊരു നശീകരണ സമരം കേരളത്തിൽ നടക്കുകയുണ്ട്. ആ സമയത്ത് ആ യൂണിയനിൽപ്പെട്ട ആളുകൾ ചിലപ്പോൾ ഇതിലുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ആ സമയത്ത് KCBയിലുള്ള ആളുകൾക്ക് ഈ സംഭവം ഓർമ്മയുണ്ടാവും എന്ന് തോന്നുകയാണ്. അതിന് മുമ്പ് അത്തരം ഒരു സമരം, അവർ ഏറ്റവും നശീകരണമായ ഒരു സമരത്തെ എങ്ങനെയാണ് ഏറ്റവും അക്രമാസക്തമാക്കുക എന്ന് തെളിയിച്ചതും ഇതേ CIT ആണ്. കണ്ണൂർ ജില്ലയിൽ തന്നെയാണത്. KSRTCയിലെ ഒരു സമരം നടത്തുക. ആ സമരം നടന്ന സമയത്ത് ഒരു ട്രാൻസ്പോർട്ട് ബസ് ഓടുകയാണ്. ആ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ശ്രീ രാജീവേട്ടന്റെ വീട്ടിന്റെ തൊട്ടടുത്താണ്, അദ്ദേഹത്തിന്റെ വീട്ടിന്റെ വിളിപ്പാടകലെയാണ് ആ സംഭവം നടന്നത്. 19-ാം മൈൽ എന്ന് പറയും, ചാലിശ്ശേരി. അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് തടഞ്ഞു നിർത്തിയിട്ട്
ബസ്സിന് അവിടുന്ന് പെട്രോൾ ഒഴിച്ചിട്ട് ബസ്സിന് തീ കൊടുത്തു. ആ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന 4 പേര് കത്തി ഉരുകിയിട്ട് ആ ബസ്സിൽ മരിച്ചു. CITയുടെ ഒരു സമരമാണ്, ട്രാൻസ്പോർട്ട് സമരത്തിൽ സംഭവിച്ചത്. അപ്പൊ അങ്ങനെ നശീകരണ സമരം, ഇത്രയും ക്രൂരമായ സമരങ്ങൾ അതൊക്കെയാണ് നടത്തിയിരുന്നത്. അബ്ദുള്ളക്കുട്ടിയുടെ പറഞ്ഞു, അദ്ദേഹം ഇവിടെ CPMന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ അദ്ദേഹം വീട് വിടാൻ കയറുമ്പോൾ ഒരു വീട്ടിൽ കയറിയിട്ട് സഹായിക്കണം, വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണൂരിൽ തന്നെയാണ്, ഇതിനടുത്താണ്. അപ്പോൾ അവർ പറഞ്ഞ് സഹായിക്കും, നിങ്ങൾ നമ്മളെ പണ്ട് നല്ലോണം സഹായിച്ചിട്ടുണ്ട്, എൻ്റെ അച്ഛനെ നിങ്ങളെ ബസ്സിൽ നിന്ന് ചുട്ടുവന്നതാണ്, സഹായിക്കണമെന്ന് ചോദിച്ചു. വേണ്ട, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടിയ കഥ അബ്ദുള്ളക്കുട്ടിയുടെ പറയുന്നുണ്ട്. അപ്പൊ അതായത് തൊഴിലാളി സമരം എന്നൊക്കെ പറയുന്നത് അതിനെ എത്രമാത്രം ഭീകരമായി, അതിനെ ഇതുപോലെ മനുഷ്യത്വ വിരുദ്ധമായി ക്രൂരമായി മാറ്റാം എന്നുള്ളതിൻ്റെ അതുപോലെ തന്നെയായിരുന്നു KSEBയിൽ ഉണ്ടായിരുന്ന ആ സമരമൊക്കെ. അങ്ങനെ പലതരത്തിൽ തൊഴിലാളികൾ എന്നുള്ള നിലക്ക് സ്ഥാപനത്തിനോടുള്ള പ്രതിബദ്ധത, ആ പ്രതിബദ്ധത കളഞ്ഞു കുളിച്ചുകൊണ്ടുള്ള ഒരു സംഘടനാ സംവിധാനമാണ് കമ്മ്യൂണിസ്റ്റുകാരിവിടെ കൊണ്ടുവന്നത്. പക്ഷെ ഞാൻ ഈ KSEBയുടെ നോട്ടീസ് വായിച്ചപ്പോൾ, നമ്മുടെ ഓഫീസേഴ്സ് സംഘടനയുടെ നോട്ടീസ് വായിച്ചപ്പോൾ അതിലൊരു പദം പ്രത്യേകം ശ്രദ്ധിച്ചു, സ്ഥാപനഹിതം എന്നുള്ളതാണ്. അപ്പോൾ ദേശഹിതം എന്നോടൊപ്പം തന്നെ സ്ഥാപനഹിതം എന്നൊരു പദവും കൂടി അതിൽക്കുണ്ട്. ചുമരുണ്ടെങ്കിൽ മാത്രമേ ചിത്രം വരയ്ക്കാൻ സാധിക്കൂ. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം അത് ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് പോയാൽ മാത്രമേ, അതിശക്തിപ്പെട്ടാൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ സാധിക്കൂ. അതിലൂടെ മാത്രമേ നമ്മുടെ രാഷ്ട്രത്തിന് നിലനിൽക്കാൻ സാധിക്കൂ. നമുക്ക് അവകാശങ്ങളുണ്ട്, നിശ്ചയമായ അവകാശങ്ങൾ ചോദിക്കേണ്ടതാണ്, ചോദിച്ചു വാങ്ങേണ്ടതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും രാഷ്ട്രത്തോടുള്ള കർത്തവ്യത്തെക്കുറിച്ചും ഉള്ള നിലപാട്, ആ നിലപാട് മറന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സർവനാശത്തിലേക്കും നശീകരണത്തിലേക്കാണ് പോവുക. കമ്മ്യൂണിസ്റ്റുകാരുടെ എക്കാലത്തെയും ഏറ്റവും വലിയ സവിശേഷത അവർ ഈ സ്ഥാപനഹിതം എന്ന് പറയുന്നതും രാഷ്ട്രഹിതം എന്ന് പറയുന്നതും ഇത് രണ്ടും അവരുടെ നിഘണ്ടുവിലില്ലാത്ത പദമാണ് എന്നതാണ്. ഇപ്പൊ അവർ ഭയങ്കര KSEBയെ സ്നേഹിക്കുന്നതൊക്കെ ഉണ്ടാവും. പക്ഷെ എത്ര വരെ ആ സ്നേഹം ഉണ്ടാവും? എപ്പോഴാണോ ഈ സർക്കാർ താഴെ ഇറങ്ങുന്നത് അതുവരെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഡ്യൂട്ടി മാറി. ഇതുവരെ അനുകൂലിച്ചതിനെ എത്ര അനുകൂലിച്ചതോ അതിനെ 100 ഇരട്ടി ശക്തമായി എതിർക്കുകയും തകർക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും പിന്നെ അവരുടെ ജോലി. അന്നേരം KSEB ഒന്ന് നന്നാക്കണം എന്ന് വിചാരിക്കുന്ന ആളെ അവർ വിളിക്കുന്ന ഒരു മനോഹരമായ പദമുണ്ട്, കരിങ്കാലി എന്നാണ് ആ വാക്ക്. ആരാണോ ഒരു സ്ഥാപനത്തെ നന്നാക്കാൻ നോക്കുന്നത്, ആരാണോ അതിന്റെ ഉത്തമ താല്പര്യത്തിന് വേണ്ടി നിലനിൽക്കുന്നത്, അതിനുവേണ്ടി വാദിക്കുന്നത്, അതിനെ അവർ വിളിക്കുക കരിങ്കാലി എന്നാണ്. പക്ഷെ അവർ ഭരണപക്ഷത്തായി കഴിഞ്ഞാൽ അവര് അതിന്റെ ഏറ്റവും വലിയ അതിന്റെ നിലനിൽപ്പിന്റെ ആളും അതുപോലെ അതിന്റെ പിന്താങ്ങികളും മൂടുതാങ്ങികളും ഒക്കെ ആയിട്ട് അവർ തന്നെയാണ് ശക്തമായി രംഗത്ത് വരിക എന്നുള്ളതാണ്. അപ്പൊ അവരുടെ രാഷ്ട്രീയ യജമാന്മാരെ കയറ്റാനും എതിരാളികളെ ഇറക്കാനുമുള്ള കേവലം അട്ടിമറി തൊഴിലാളികൾ മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. അവരുടെ ഡ്യൂട്ടി അത്രയേ ഉള്ളൂ. അതിനപ്പുറം മറ്റൊരു താല്പര്യമില്ല. തൊഴിലാളി താല്പര്യമില്ല, ദേശ താല്പര്യമില്ല, അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനെ സംബന്ധിച്ച താല്പര്യമില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഇതുവരെയുള്ള അനുഭവം. അത് തന്നെയാണ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ അവര് വലിയ ഇതിന്റെയൊക്കെ വക്താക്കളായൊക്കെ ആരെങ്കിലും ഒരാൾ സമരം ചെയ്ത സമയത്ത്, കഴിഞ്ഞ ദിവസം KSRTCന്റെ സമരം നടത്തുന്ന സമയത്ത്, അവർ അഖിലേന്ത്യാ പഴുകൊടുക്ക നടത്തുന്ന സമയത്ത് BMSകാരായ ഡ്രൈവർമാർ ആ ബസ് എടുക്കാൻ വരുന്ന സമയത്ത് എന്താ അവരുടെ ഒരു ഭാവം കണ്ടിട്ടില്ലേ? അപ്പൊ ആ സമയത്ത് ബസ് ഓടിക്കാൻ പാടില്ല, ബസ് എടുക്കാൻ പാടില്ല, അവർ ഡ്യൂട്ടി ചെയ്യാൻ പാടില്ല. തൊഴിലാളിയുടെ അവകാശമാണ് അയാളുടെ ജോലി ചെയ്യാന്നുള്ളത്. ആ ജോലി ചെയ്യാൻ വരുന്ന സമയത്ത് നിന്ന് തടയാം എന്നുള്ളതാണ്. അപ്പൊ അവരുടെ സമരമാണെങ്കിൽ മറ്റൊരാളെ ആ ഭാഗത്തേക്ക് വരാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ആ നിലയിലുള്ള ഇരട്ടത്താപ്പാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു സഹജമായ സവിശേഷതയായിട്ട് വരുന്നത്. ഇതിനെ ആളുകൾക്കിടയിൽ ബോധ്യപ്പെടുത്തുന്ന സന്ദർഭത്തിൽ നിശ്ചയമായി അതാണ് KSRTCയിലൊക്കെ സംഭവിച്ചത്. അവര് അവിടെയൊക്കെ വലിയ ബാലകൃഷ്ണപിള്ളയുടെ കാലത്തൊക്കെ അവര് ഒരു മാടമ്പി സംസ്കാരത്തോടുകൂടി കൊണ്ടുവന്ന ചില യൂണിയനുകളൊക്കെ അതിന് ചില
സ്വാധീനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അത് CUTവിൻ്റെ ഉരുക്കുമുഷ്ടിയിലായിരുന്നു. പക്ഷെ അതിൽ നിന്ന് തൊഴിലാളികൾ മെല്ലെ അവരുടെ തിരിച്ചറിവിന്റെ ഭാഗമായി ചുവന്ന കൊടി പിടിച്ചിരുന്ന ആളുകൾ തന്നെയാണ് കാവിക്കൊടിയിലേക്ക്, ഭാരതീയ മസ്ദൂർ സംഘത്തിലേക്ക് വന്നതും അവിടെ കുതിച്ച് മുന്നേറ്റം നടത്തുന്നു. ജനങ്ങളുമായി ഏറ്റവും അടുത്തു പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലൊന്നാണ് KSRTC പോലെ തന്നെ KCB. മറ്റൊന്ന് ആരോഗ്യവകുപ്പാണ്. അതിൽ KCB ആണ്. ഒരു മഴ പെയ്താൽ, ഒരു കാറ്റടിച്ചാൽ പിന്നെ ജനങ്ങൾ മുഴുവൻ വിളിയാണ്. സ്വാഭാവികമായും 24 മണിക്കൂറും ജോലി ചെയ്യേണ്ടുന്ന, കാരണം 24 മണിക്കൂർ ആവശ്യമുള്ളതെന്നാണ് കറണ്ട് എന്ന് പറയുന്നത്. അതുതന്നെ 24 മണിക്കൂറും ജോലി ചെയ്യേണ്ടുന്ന, അഥവാ ജാഗരൂകരായിരിക്കേണ്ട, ഉണർന്നിരിക്കേണ്ട, അഹോരാത്രം പ്രവർത്തിക്കേണ്ടുന്ന ഒരു മേഖലയാണ്. തീർച്ചയായും മേഖലയിൽ നല്ല വർക്ക് ലോഡുണ്ട്, വളരെ കഷ്ടപ്പാടുണ്ട്. നമ്മുടെ സാധാരണ തൊഴിലാളികളൊക്കെ സംബന്ധിച്ചിടത്തോളം വേലെന്നോ മഴയെന്നോ നോക്കാതെ അവർ വളരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്. ആ നിലയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന, ഒരർത്ഥത്തിൽ ജോലി എന്നതിലുപരി സേവനം ചെയ്യേണ്ടുന്ന ഒരു മേഖലയായത് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കറണ്ട്, ഒരു ദിവസം കറണ്ടിലാണ്ടായി പോയ ആളുകൾ എത്ര അസ്വസ്ഥവും. ബാക്കിയൊന്നും കിട്ടിയില്ലെങ്കിൽ ജനങ്ങൾ പിടിച്ചു വെക്കും. ചോറ് 2 ദിവസം നിന്നില്ല പ്രശ്നമില്ല, പക്ഷെ മൊബൈൽ നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഒരു മണിക്കൂർ പിടിച്ചു വെക്കാൻ പറ്റുമെന്ന് തോന്നില്ല. അപ്പോൾ നിങ്ങൾ ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അവർ അക്രമാസക്തരാണ്. ചിലപ്പോൾ KCB ഓഫീസിൽ അടിച്ചു വന്ന് പൊളിച്ചെന്ന് വരും. ആ നിലയിൽ വയലന്റ് ആവും. കാരണം ആ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ജനങ്ങളുമായി നേരിട്ട് അവരുടെ ആഹാരത്തെ പോലെ തന്നെ ബന്ധപ്പെടുന്ന ഒന്നായി വൈദ്യുതിയും മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ കൂടി ഉത്തരവാദിത്വവും അതുപോലെ തന്നെ സമർപ്പണവും ആവശ്യമുള്ള ഈ മേഖലയിൽ സ്ഥാപനഹിതം എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യം, അത് സേവനത്തിന്റെ ഒരു മുഖമാണ്. അത് ജനതാൽപര്യം സംരക്ഷിക്കുന്ന ഒരു മുദ്രാവാക്യമാണ്. അത് രാഷ്ട്ര താല്പര്യം സംരക്ഷിക്കുന്ന ഒരു മുദ്രാവാക്യമാണ്. അത് വളരുന്ന ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ശക്തിപ്പെടേണ്ടുന്ന ഒരു വികാരമാണ്, ഒരു ദർശനമാണ്, ഒരാശയമാണ്. നിശ്ചയമായും അതിനെ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യം. നമ്മുടെ രാജ്യം, ശ്രീ രാജേട്ടൻ പറഞ്ഞതുപോലെ, ഒരു സൂപ്പർ പവർ ആകാൻ വേണ്ടിയിട്ടുള്ള മുന്നേറ്റത്തിൽ വളരെ നിർണായകമായ ഒരു സന്ധിയിലാണ് നിൽക്കുന്നത്. നമ്മുടെ ദിശാബോധമുള്ള ഒരു രാഷ്ട്ര നേതൃത്വം 2014 ഒരു വ്യവസ്ഥാ പരിവർത്തനത്തോടുകൂടി നമ്മുടെ നാട്ടിൽ വന്നു. അതിനെ തുറന്ന് എല്ലാ മേഖലയിലും വലിയൊരു മുന്നേറ്റമാണ്. രാഷ്ട്രത്തെ ഒന്നായി കണ്ടുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ്. അത് ഏത് രംഗത്തും അങ്ങനെ തന്നെയാണ്. രാഷ്ട്രത്തെ ഒന്നായി കണ്ടുകൊണ്ടുള്ളതാണ്. അതിൽ പക്ഷപാതിത്വമില്ല. എല്ലാവർക്കും വേണ്ടി എല്ലാവരിലും ഈ വികസനം എത്തുന്ന, എല്ലായിടത്തും എത്തുന്ന നിലയിലുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്, ആ തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ പോലെ പലതും, ഇപ്പൊ റേഷൻ കാർഡിന്റെ ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്നുള്ള നിലയിലേക്ക് വരിക. അപ്പൊ ഒരു രാജ്യം എന്നുള്ള നിലയാണ്. അതുപോലെ തന്നെയാണ് വൈദ്യുതി രംഗത്തും ഒരു രാജ്യം എന്നുള്ള നിലക്കുള്ള ഒരു സംവിധാനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനനുസൃതമായി നിയമങ്ങളും, നേരത്തെ പറഞ്ഞ 2003 നിയമവും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം മുന്നോട്ട് വരികയാണ്. പക്ഷേ നമ്മുടെ കേരള സർക്കാർ എല്ലാത്തിലും എന്ന പോലെ ഇതിലും പുറംതിരിഞ്ഞു വന്നു, വെല്ലുവിളിച്ചു, ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സ്മാർട്ട് മീറ്റർ എന്ന് പറയുന്നത് നടപ്പാക്കിയാൽ ഉണ്ടാകുന്ന ഊർജ്ജ ലാഭമുണ്ട്, ആളുകൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ കേന്ദ്രമാണ് നടപ്പാക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനെ എതിർക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ് എന്നുള്ള അടിസ്ഥാനത്തിലാണ്. അതായത് കേന്ദ്രം ഒരു പദ്ധതി കൊണ്ടുവന്നാൽ എതിർത്തില്ലെങ്കിൽ പിന്നെ നമ്മളെന്തൊരു പ്രതിപക്ഷ, പിന്നെന്ത് കമ്മ്യൂണിസ്റ്റാ എന്ന നിലയിലാണ്. ആര് കൊണ്ടുവരുന്നു നോക്കിയിട്ടാണ്, എന്ത് ചെയ്യുന്നു നോക്കിയിട്ടല്ല നിലപാടെടുക്കുന്നത്. അതാണ് കാര്യം. എത്ര നല്ല കാര്യം വന്നാലും അതിനെ എതിർത്ത് അതിന്റെ അവസാനം അത് നടപ്പാക്കി. പക്ഷെ അപ്പോഴത്തേക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെടും. ആളുകൾക്കാണ് നഷ്ടം വരുന്നത്. നമ്മുടെ കേരളത്തിൽ എത്ര ആരോഗ്യരംഗത്ത് എത്ര പദ്ധതികൾ നഷ്ടപ്പെട്ടു. ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് 1200 കോടി രൂപ 3 കൊല്ലം വെറുതെ കാണുന്നു. നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം ഉണ്ടാകണമെന്ന കാര്യമായിരുന്നു. അപ്പൊ എന്താണത്? അതിൽ കാവ്യവൽക്കരണമാണ് കൊണ്ടുവരുന്നത് എന്നും പറഞ്ഞ് അതിനൊരു ഒരു എതിർക്കാൻ വേണ്ടിയിട്ട്
ഒരാരോപണം കൊണ്ടുവന്നു. അപ്പോൾ ആളുകളെ അതിന്റെ പുറകിൽ പലരെയും സന്തോഷിപ്പിക്കാനും പലരെയും പ്രീണിപ്പിക്കാനും ഒക്കെ ഒരു കാവ്യവൽക്കരണം എന്നുള്ള വാക്കുകൊണ്ടെന്നാൽ മതിയല്ലോ. അങ്ങനെയാണ് ഏത് രംഗത്ത് വന്ന പോലെ വൈദ്യുതി രംഗത്തും ഇതുണ്ട്. അപ്പോൾ ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾ. എന്താണ് ഈ എതിർപ്പിന്റെ പിന്നിലുള്ള ദുഷ്ടലാക്ക്, ദുരുപദിഷ്ടിതമായ ഇത്തരം ഈ എതിർപ്പുകൾ, അതിന്റെ പൊള്ളത്തരം ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കാൻ ഈ രാഷ്ട്രഹിതവും ദേശഹിതവും അതുപോലെ ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധതയുമുള്ള സംഘടനകൾക്ക് മാത്രമേ സാധിക്കൂ. നമ്മളെ നാടിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ശക്തമായ പ്രവർത്തനം നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വിജയദശമി പരിപാടിയിൽ നമ്മുടെ പൂജനീയ സർസംഘചാലകർ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ നമ്മുടെ ജാഗ്രതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പ് പോലെ പറയുകയുണ്ടായി. അതിലൊന്ന്, നമ്മുടെ രാഷ്ട്രം ഉൾപ്പെടെ വളർന്നു വരുന്ന രാജ്യങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് ആഗോളതലത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനം, ഡീപ് സ്റ്റേറ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ആ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം നിലവിൽ ശക്തമായ ഭരണകൂടങ്ങളെ ഉണ്ടെങ്കിൽ അതിനെ തകർക്കുക. അപ്പൊ അതിന് പിറകിൽ കുറെ വർഷമായി, അത് ദശകങ്ങളായത് പ്രവർത്തിക്കുക. അതിന് പിറകിൽ വലിയ ആയുധ കരാറുകാർ, അത് വലിയ കോടികളുടെ, സഹസ്ര കോടികളുടെ ഒരു വലിയ രംഗമാണ് ആയുധ കരാർ എന്ന് പറയുന്നത്. അതിന്റെ ദല്ലാളുമാരും അതുപോലെ തന്നെ ആ കരാറുകാരുമായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ സഹസ്ര കോടികളുടെ ബിസിനസ് നടക്കുന്ന ആരോഗ്യ മേഖല, മരുന്ന് വ്യാപാരം, ഔഷധ മേഖല, അതിന്റെ ഭീമന്മാരായ ആളുകൾ, കോർപ്പറേറ്റുകൾ, അങ്ങനെ അമേരിക്കയിലെയും കാനഡയിലെയും ബ്രിട്ടനിലൊക്കെ അങ്ങനെ അതിശക്തന്മാരായ കുറെ ആളുകൾ ചേർന്ന ഒരു വലിയ ഉപജാപക സംഘമാണ്. കാരണം ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഈ ഭീമന്മാരായ ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് പാവ കളിക്കുന്ന ഭരണകൂടത്തെ ഓരോ രാജ്യത്തും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. അവർ ഒരു തരം അരാജകവാദികളുടെ കൂട്ടമാണ്. അവർക്ക് മറ്റൊരു ലക്ഷ്യമില്ല, പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനുവേണ്ടി അവരുടെ കയ്യിലുള്ള കോടിക്കണക്കിന് വരുന്ന പണം ഓരോ രാജ്യത്തെയും തങ്ങളുടെ പാവകളായിട്ടുള്ള പിണിയാളുകളായിട്ടുള്ള ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി അവർ ഉപയോഗിക്കാം. ഏറ്റവും അവസാനം ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടു, അവിടുത്തെ സർക്കാരിനെ അട്ടിമറിച്ചു. ചില സംഘടനകളൊക്കെ അവർ പണം കൊടുത്ത്, വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകൾ തെരുവിലിറക്കി. അവിടുത്തെ വളരെ ദുർബലമായൊരു സംവിധാനമായതുകൊണ്ട് 2 ആഴ്ച കൊണ്ട് ഭരണകൂടം വീണ് അടുത്ത ഭരണാധികാരിക്ക് അഭയം തേടി നമ്മുടെ നാട്ടിലേക്ക് വരേണ്ടി വന്നിരിക്കുകയാണ്. ശ്രീലങ്കയിലും അത്തരം സംഭവങ്ങളുണ്ടായി. അങ്ങനെ പലയിടത്തും അങ്ങനെയുണ്ട്. അമേരിക്കയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ അതിശക്തമായി അത് ഇടപെട്ടു. അങ്ങനെ എല്ലായിടത്തും, ലോകത്തെല്ലായിടത്തും അവർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ 2-3 രാജ്യങ്ങൾ അവരുടെ ഈ ശക്തമായ ഇടപെടലിനെ ഇതുവരെ പ്രതിരോധിച്ച് നിന്നിട്ടുണ്ട്. അതിലൊന്ന് ഭാരതമാണ്, മറ്റൊന്ന് ചൈനയാണ്. ചൈനയിൽ അത് കടക്കാൻ സാധിക്കാത്തത് അവരുടെ ഏകാധിപത്യത്തിന്റെ ഇരുമ്പ് മറ കടന്നിട്ട് അപ്പുറത്തേക്ക് പോകാൻ അവിടെ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് അവർക്ക് അവിടെ പ്രവേശനമില്ല. മറ്റൊന്ന് വ്ളാഡിമിർ പുടിന്റെ അതിശക്തമായ നേതൃത്വമുള്ള റഷ്യയാണ്. റഷ്യയിൽ അവരുദ്ദേശിച്ച രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ബാക്കി മിക്കവാറും എല്ലാ രാജ്യങ്ങളും അവരുടെ താളത്തിന് തുള്ളുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ അസ്ഥിരത പടർത്തുന്ന രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അവർ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭരണകൂടത്തെ തകർക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഭരണാധികാരികളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കൊല്ലുക എന്നുള്ളത് തന്നെയാണ്, പല മാർഗങ്ങൾ ഉപയോഗിച്ച് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അനാവശ്യമായ സമരങ്ങളും മറ്റും ഉണ്ടാക്കിക്കൊണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, അസ്ഥിരത ഉണ്ടാക്കിയ നമ്മുടെ നാട്ടിൽ വന്ന ഓരോ സമരങ്ങളുടെയും പിറകിൽ, അതിന്റെ പിറകിൽ ഇപ്പൊ പൗരത്വ സമരം എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ ഉള്ളിയുടെ തൊലി പൊളിച്ചത് വരെ. ഇപ്പൊ പൗരത്വ നിയമമൊക്കെ ഇവിടെ നടപ്പാക്കി. എന്താ സംഭവിച്ചത്? ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ നടന്ന സംഭവം എന്തായിരുന്നു? ആ സമരത്തിന്റെ തീവ്രതയും അതിന്റെ വർഗീയതയും എത്രയായിരുന്നു, അതുണ്ടാക്കിയ ഭിന്നത എത്രയാണ്, സ്പർദ്ധ എത്രയാണ് എന്ന് നമുക്ക് അറിയാം. അതേപോലെ തന്നെ ഓരോ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പൗരന് ആ നിയമം കൊണ്ടുവന്നുകൊണ്ട് ഇവിടുന്ന് പോകേണ്ടി വരില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയാണ്. അങ്ങനെ ഒരു സംഭവമില്ല. കർഷക സമരം വന്നു. ആ കർഷക സമരം ഇതുപോലെ തന്നെയാണ്, പണ്ട് വിദേശത്തു നിന്നാണ്. അത് ഉണ്ടാക്കിയ അലവലികൾ എത്രയാണ്. ഓരോ സമരങ്ങളും ഇപ്പൊ കായിക താരങ്ങളെ വെച്ച് സമരം, അങ്ങനെ ഓരോ സമരങ്ങൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. പുതിയ പുതിയ കാര്യങ്ങൾ വരികയാണ്. ഇപ്പോൾ പുതിയൊരു കാര്യം വന്നിരിക്കുകയാണ്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനം മുഴുവനും അത് വോട്ട് കക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. വോട്ട് മോഷണം ചെയ്തു എന്നാണ്. ഞങ്ങളുടെ 40 ലക്ഷം വോട്ട് കർണാടകയിൽ നിന്ന് അവർ കട്ടുകൊണ്ടുപോയി എന്നാണ്.
ഇത് എവിടെയോ വോട്ടൊക്കെ മേടിച്ചിട്ട് ഒരു റൂമിൽ അട്ടി വെച്ചിട്ട് അങ്ങനെ പിന്നെ അത് കുത്തി തുറന്ന് എടുത്തുകൊണ്ടുവന്ന പോലെയാണ് പറയുന്നത്. ആരാണ് എന്താണ് സംഭവം എന്താണെന്നില്ല. അപ്പോൾ എന്താണ്, അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ഒരു പരാതി ഇരുന്നു. എന്തിനാ ഞാൻ പരാതി ഇരുന്നത്? ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അങ്ങനെയാണ് ഇപ്പോഴത്തെ നിലപാടുകൾ. ആരോപണം ഉന്നയിക്കും. തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നത് ഇവിടുത്തെ വോട്ടർ മെഷീൻ അത് വലിയ തകരാറാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് യന്ത്രത്തെ കുറ്റം പറഞ്ഞു, കുറെ കാലം കുറ്റം പറഞ്ഞു. പിന്നെ ഇപ്പൊ പട്ടിക പറയുന്നു. അപ്പൊ ഇവിടെ പാർലമെന്റിൽ എന്താ മുടക്കാൻ കാരണം എന്താണ്? പാർലമെന്റ് മുടക്കാൻ കാരണം ബീഹാറിലെ പട്ടികയിൽ നിന്ന് 40 ലക്ഷം ആളുകളെ ഒഴിവാക്കി, അനധികൃത വോട്ടർമാരെ ഒഴിവാക്കുകയാണ് അവർ ചെയ്തത്. അപ്പൊ ഒഴിവാക്കിയതിനെതിരായിട്ടാണ് പാർലമെന്റ് സ്തംഭിപ്പിക്കുന്നത്. പുറത്തു വന്നിട്ട് പറയുന്നത് അവര് വോട്ടർമാരെ കൂട്ടിച്ചേർത്തു നിങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് പുറത്തെ സമരം പറയുന്നത്. അപ്പോൾ പറയുന്നതും രണ്ടും ചെയ്യുന്ന ഒരേ ആൾ തന്നെയാണ്. ഒരേ ആൾ തന്നെ പറയുന്നത്, പക്ഷേ വ്യത്യസ്ത നിലപാടുകളാണ്. ഈ ദ്വന്ദ്വാദമാണ്, ഈ ഇരട്ട നിലപാടുകളാണ് എല്ലാ കാര്യത്തിലും ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ രാജ്യത്തെ സംവിധാനങ്ങളെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ്, അതിലെ വിശ്വാസം നഷ്ടപ്പെടുത്തുക എന്നുള്ള. അപ്പൊ കോടതിയിൽ എതിരായ ഒരു വിധി വന്നാൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞു നിങ്ങളൊരു യഥാർത്ഥ ഇന്ത്യക്കാരനാണ് ഇങ്ങനത്തെ വർത്താൻ പറയില്ല എന്ന് കോടതി പറഞ്ഞു. അപ്പൊ കോടതി ഫാസിസ്റ്റ് ബൂർഷ്വാ കോടതിയാണ്. അപ്പൊ കോടതി നല്ലൊരു വിധി എന്ന അവർക്ക് അനുകൂലമായിട്ട് വിധിയെന്ന കോടതി രക്ഷിച്ചു എന്ന് പറയും. അപ്പൊ കോടതിയോടുള്ള നിലപാടെന്താണ്? അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് സംവിധാനങ്ങളോട് എല്ലാത്തിനോടും അവിശ്വാസം വളർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം രാഷ്ട്രത്തെ അസ്ഥിരപ്പെടുത്തുന്ന ഇത്തരം നിലപാട് അതിശക്തമായി തുടരുന്നുണ്ട് എന്നത് നമ്മൾ ജാഗ്രതയോടെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ജോർജ് സോറസ് എന്നൊക്കെയുള്ള പേരുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ വലിയ ആശാനാണ്. കോടികളാണ് മാധ്യമങ്ങൾ. അദ്ദേഹം പറഞ്ഞു 1000 കോടി രൂപയാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് ഞാൻ കൊടുത്തത്. 1000 കോടി രൂപ. നമ്മൾ പല ആളുകൾ ഇരുന്നിട്ട് അങ്ങനെ ജഡ്ജിയായിട്ട് ചമഞ്ഞിട്ട് ഈ രാജ്യത്തിനും ദേശീയതയ്ക്ക് വേണ്ടി വാദിക്കുന്ന ആളുകളെ കുടഞ്ഞെറിയുന്ന പല ആളുകളുടെയും നാക്കിന്റെ ഊക്കിന് പിറകിൽ കീശയിൽ അട്ടിവെച്ച പണമാണ്. രാഷ്ട്രവിരുദ്ധന്മാരുടെയും ഇതുപോലെ ഡീപ് സ്റ്റേറ്റുകാരുടെയും കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിയ പണത്തിനുള്ള കൂലിയാണ്. ആ കൂലിക്കുള്ള നന്ദിയാണ്, ഉദ്ദിഷ്ട കാര്യത്തിലുള്ള ഉപകാരസ്മരണയാണ് പലരുടെയും വാക്കിലും നോക്കിലുമെല്ലാം പ്രകടമാകുന്നത്. അങ്ങനെ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള അതിശക്തമായ പരിശ്രമമുണ്ട്. അങ്ങനെയുള്ള ശക്തികൾക്ക് ഊർജം പകരാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരായ ആളുകളൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ നാടിനെ ശക്തിപ്പെടുത്താൻ, ഈ നാടിനെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള അതിശക്തമായ ഒരു പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിശ്രമത്തിന് ഊർജം പകരുക എന്നുള്ളതാണ് ഈ രംഗത്തുള്ള ഈ മഹത്തായ സ്ഥാപനത്തിന്റെ, ഈ പ്രസ്ഥാനത്തിന്റെ, നമ്മുടെ ഈ സംഘടനയുടെ ചുമതലയായിട്ട് വരുന്നത്. അതിനിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുമ്പോഴാണ് അതിനെ കൊതിക്കെറിവുകൊണ്ട് ലോക പോലീസായിട്ടുള്ള അമേരിക്ക നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കാനും, ആത്മവീര്യം ഉണ്ടാക്കാനും, സ്വാശ്രയ ബോധം ഉണ്ടാക്കാനും, സ്വദേശി ചിന്താഗതി വളർത്താനും, അതാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ കാലഘട്ടത്തിൽ ഗാന്ധിജിയൊക്കെ ഉയർത്തിയ ഒരു മുദ്രാവാക്യ ത്രിത്വമുണ്ട്. സ്വദേശി, സ്വാഭിമാൻ, സ്വാശ്രയം. മഹത്തായി മുദ്രാവാക്യ ത്രിത്വം. അതിന്റെ മാസ്മരികതയിലാണ് ഈ രാജ്യം ഒരു മനുഷ്യനെ പോലെ ഉയർന്നു വന്ന് വിദേശികളെ ഇവിടെ നിന്ന് പുറന്തള്ളിയത്. വർത്തമാനകാലത്തും അത്തരമൊരു മുദ്രാവാക്യ ത്രിത്വത്തിന്റെ മാസ്മരികവും ആലക്തികവുമായിട്ടുള്ള ഒരു അഭിമാന ബോധം രാജ്യത്ത് തുട്ടിച്ചു നിൽക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ കൈത്തറി തൊഴിലാളികൾ, സാധാരണക്കാർ, മത്സ്യത്തൊഴിലാളികൾ, ഇവിടുത്തെ സാധാരണ ജീവിതം നയിക്കുന്ന ആളുകൾ, അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നവർ, അവർക്കൊക്കെ ആത്മവിശ്വാസം കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ ഈ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന നമ്മൾ തന്നെ വാങ്ങുമെന്നും നമ്മൾ തന്നെ അത് ശാക്തീകരിക്കുമെന്നും സ്വദേശി എന്ന് പറയുന്ന ആശയത്തെ ശക്തിപ്പെടുത്തുമെന്നും പറയേണ്ടുന്ന സന്ദർഭവും കൂടിയാണ്. ഇതുവർക്ക് ആ ഒരു ചുരുക്ക് വരാൻ കാരണം മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ഒരു പ്രയോഗം നടത്തുക തന്നെയാണ്. അല്ലെങ്കിൽ മേക്കിംഗ് ഇന്ത്യ എന്ന പ്രയോഗം തന്നെയാണ് അവരെ ചുരുക്കൂട്ടിയത്. അത് നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ ഈ മഹാപ്രസ്ഥാനത്തിന്, KSB മേഖലയിലുള്ള ഈ പ്രസ്ഥാനത്തിന്, ഈ ഒരു രാഷ്ട്രം മുഴുവനും ശക്തിപ്പെട്ടിരുന്ന ഈ ദേശീയതയെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള, സ്വദേശിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന് പിന്തുണ കൊടുക്കാനും കൂടി നമ്മുടെ സ്വന്തം സംഘടനയെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനത്തോടൊപ്പം സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിന് ഊക്കുപകരാൻ ഈ സംസ്ഥാന സമ്മേളനത്തിലെ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.